തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുതിയ മുഖം. 2700 കോടി രൂപയുടെ വികസന കുതിപ്പിനാണ് ഒരുങ്ങുന്നത്. ടെർമിനൽ 2 മൂന്നിരട്ടിയിലേറെ വലുതാകും. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ അതിവേഗം വളരുന്ന വിമാനത്താവളങ്ങളിലൊന്നായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൻ വികസന പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ്. 2700 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന സമഗ്ര അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ടെർമിനൽ 2 നിലവിലുള്ളതിന്റെ മൂന്നിരട്ടിയിലേറെ വലിപ്പത്തിലേക്ക് വികസിപ്പിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ യാത്രാ സൗകര്യങ്ങളും കാർഗോ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയരും. ഈ പദ്ധതിക്കായി ബിഡുകൾ ക്ഷണിച്ചതോടെ വികസനത്തിന്റെ അടുത്ത ഘട്ട നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ടെർമിനൽ വികസനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പുതിയ വിമാന പാർക്കിംഗ് ഏപ്രണുകൾ, ടാക്സി വേകൾ, കാർഗോ സമുച്ചയം, യൂട്ടിലിറ്റി കെട്ടിടങ്ങൾ, യാത്രക്കാർക്കുള്ള കൂടുതൽ സൗകര്യങ്ങൾ, വിപുലമായ ലാൻഡ് സൈഡ് വികസനം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. നിലവിൽ 45,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ടെർമിനൽ 2 2030ഓടെ 1,65,000 ചതുരശ്ര മീറ്ററായി വികസിപ്പിക്കാനാണ് പദ്ധതി. അങ്ങനെ യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിൽ വലിയ മാറ്റമാകും സാധ്യമാകുക. പുതിയ ടെർമിനലിൽ മൾട്ടി ലെവൽ കർബ് സംവിധാനമുള്ള അത്യാധുനിക പ്രവേശന എക്സിറ്റ് സൗകര്യങ്ങൾ, വിശാലമായ എയർപോർട്ട് പ്ലാസ, ഹോട്ടൽ, വാണിജ്യ സമുച്ചയങ്ങൾ, ഭരണനിർവഹണ വിഭാഗങ്ങൾ, കൂടുതൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കും. പ്രവർത്തന സജ്ജമായ വിമാനത്താവളത്തിനുള്ളിൽ തന്നെയാകും നിർമ്മാണം നടക്കുക. യാത്രക്കാരുടെ യാത്രയെയോ വിമാന സർവീസുകളെയോ ബാധിക്കാത്ത രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുക. ഓരോ ഘട്ടത്തിലും സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. വിമാനങ്ങൾക്ക് അപകട സാധ്യതയുണ്ടാക്കുന്ന ഫോറിൻ ഒബ്ജക്ട് ഡെബ്രീസ് അഥവാ FOD ഒഴിവാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കും. വിമാനത്താവള അധികൃതരുമായി ദിവസേന ഏകോപനം നടത്തിയായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പദ്ധതിക്കായി വലിയ തോതിലുള്ള നിർമ്മാണ യന്ത്ര സാമഗ്രികൾ വിന്യസിക്കും. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സുരക്ഷ, ഗുണനിലവാര നിയന്ത്രണം തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധരടങ്ങിയ സംഘമാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. വിമാനത്താവളത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ലോജിസ്റ്റിക്സ് സംവിധാനവും പ്രത്യേകമായി ക്രമീകരിക്കും. ടെൻഡർ രേഖകൾ പ്രകാരം 2027 നവംബറോടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2030 ജൂലൈയിൽ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 20 വരെയാണ് ബിഡുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സാങ്കേതിക ബിഡുകൾ ഓഗസ്റ്റ് 21 തുറക്കും. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം കേരളത്തിന്റെ വ്യോമഗതാഗത മേഖലയ്ക്ക് പുതിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ ടെർമിനലും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും യാഥാർത്ഥ്യമായാൽ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആകർഷിക്കാനും യാത്രക്കാർക്ക് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കാനും തിരുവനന്തപുരം വിമാനത്താവളത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.